അൾട്ടിമേറ്റ് CS2ൻ്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. അതിൽ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് ചോദിക്കാറുള്ളത്. അധികം പ്രോഗ്രാമിംഗ് സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അധികം വരാറില്ല. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം കൺസെപ്റ്റുകൾ, അത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഡ്രോബാക്സ്. ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ, അതിൻ്റെ ഡെഫിനിഷൻ, അതെന്താണെന്നുള്ളത്, അതിൻ്റെ ചെറിയ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രോഗ്രാമിംഗ് പാരഡൈമിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള 3 അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2020 മാർച്ചിലും അതുപോലെ മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് ഏതെങ്കിലും 3 എണ്ണം എഴുതുക. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് 3 പോയിന്റെങ്കിലും അതിൽ പഠിച്ചിരിക്കണം. ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് കോഡ്. എക്സിസ്റ്റിംഗ് കോഡിനെ മോഡിഫൈ ചെയ്യാനായിട്ടും ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ റിയൽ ലൈഫ് സിനാരിയോസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓപ്പറേറ്റേഴ്സിന് സെപ്പറേറ്റ് മീനിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും 3 എണ്ണമാണ് നമ്മൾ പഠിച്ച് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പാസ്കൽ, ഫോർട്രാൻ, C++. മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിലേതാണ് C++ ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊസീജിയർ ഓറിയന്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. 2 മാർക്കായിരുന്നു. X19 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഡൂയിങ് തിങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഡാറ്റയ്ക്കല്ല. നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലാണെങ്കിൽ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പുവർ റിയൽ വേൾഡ് മോഡലിംഗ് ആണ് നമ്മുടെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പെർഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിയൽ ലൈഫ് സിനാരിയോസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. മൂന്നാമത്തെ ഡിഫറൻസ്, ആഡ് ന്യൂ കോഡ് നീഡ് മോഡിഫിക്കേഷൻ ടു മെനി ഫങ്ഷൻസ്. പുതിയൊരു കോഡ് നമുക്ക് അതിനടുത്തായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ മോഡിഫിക്കേഷൻസ് നമുക്ക് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നടത്തേണ്ടി വരും. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമുക്ക് അങ്ങനെ അധികം മോഡിഫിക്കേഷൻസ് ഒന്നും, എക്സിസ്റ്റിംഗ് കോഡിൽ അധികം മോഡിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിനകത്ത് മാത്രമേ കറക്ഷൻസ് നമുക്ക് വരുത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ. വാട്ട് ഈസ് എ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? 2018 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണ്, അതുപോലെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിനുള്ളത് എന്നുള്ളത്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിനെ ടോപ്പ് ഡൗൺ ലാംഗ്വേജ് എന്ന് പറയും. അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? സീരീസ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്പ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കമ്പോസ് എ പ്രോഗ്രാം. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേയധികം സ്ട്രക്ചേർഡ് സ്റ്റെപ്സും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്തിട്ടാണ്, ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് C, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് ഒക്കെ. അതിൽ ഡ്രോബാക്ക് എന്തൊക്കെയായിരുന്നു? ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെന്താണ്? ആഡിങ് ന്യൂ എലമെന്റ് ഈസ് കോംപ്ലക്സ്. പിന്നെ ന്യൂ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ റിയൽ വേൾഡ് മോഡലിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പുവർ റിയൽ വേൾഡ് മോഡലിംഗ് ആണ്, തീരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 4 പോയിന്റാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും മെയിനായിട്ട് വരുന്നത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതുപോലെ അതിൻ്റെയൊക്കെ ഡ്രോബാക്കും അഡ്വാൻറ്റേജസും, പിന്നെ എക്സാമ്പിൾസ്, ഏതാണ് പ്രൊസീജിയർ ഓറിയന്റഡിന് എക്സാമ്പിൾ, ഏത് ലാംഗ്വേജ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന് എക്സാമ്പിൾ എന്നുള്ളത്. ഇനി നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഇൻഹെറിറ്റൻസ് ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ് ഡാഷ്. ഇൻഹെറിറ്റൻസിൽ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ പറയുന്ന പേരെന്താണ്? ബേസ് ക്ലാസ് എന്നാണ് എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ പറയുന്ന പേര്. അതിൽ നിന്നാണ് നമ്മൾ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസ് ക്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ പേരുകളാണ് പാരന്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നതൊക്കെ. ഇൻഹെറിറ്റൻസിലെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ പറയുന്ന പേരുകളാണ് ബേസ് ക്ലാസ് എന്നാണ് പൊതുവെ പറയുന്ന പേര്, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. ഓക്കെ, ഇനി
വാട്ട് ഈസ് പോളിമോർഫിസം? റൈറ്റ് ഷോർട്ട് നോട്ട്സ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മാർച്ച് 2020 സേ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ. അപ്പം എന്താ പോളിമോർഫിസം? ability of programming language to process objects differently depending on their data type or class. ആ ഡാറ്റ ടൈപ്പോ ക്ലാസ്സോ ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഫോംസിൽ ഒബ്ജക്റ്റിന് ബിഹേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. രണ്ട് ടൈപ്പ് പോളിമോർഫിസം ആണുള്ളത്. റൺ ടൈം പോളിമോർഫിസം, അതുപോലെ തന്നെ കമ്പൈൽ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും തമ്മിലൊരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ട്. അത് റൺ ടൈമിലായിരിക്കും ചെയ്യുന്നത്. ആ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് പോയിന്ററും അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഒക്കെയാണ് റൺ ടൈം പോളിമോർഫിസത്തിൽ യൂസ് ചെയ്യുന്നത്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുകയാണെങ്കിൽ ഈ റിലേറ്റ് ചെയ്യുന്നത്, അതായത് ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും തമ്മിലുള്ള റിലേഷൻ കൊടുക്കുന്നത് എവിടെയായിരിക്കും? കമ്പൈലേഷൻ ടൈമിലായിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന വേറെ പേരാണ് ഏർലി ബൈൻഡിങ്, സ്റ്റാറ്റിക് ബൈൻഡിങ് എന്നൊക്കെ പറയുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പോളിമോർഫിസം എന്ന് പറയുന്ന ടോപ്പിക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിയൂസബിലിറ്റി? ഹൗ ഈസ് റിയൂസബിലിറ്റി പോസിബിൾ ത്രൂ ഇൻഹെറിറ്റൻസ്? എന്താണ് റിയൂസബിലിറ്റി, അതുപോലെ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് വഴി അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. റിയൂസബിലിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് റിയൂസബിലിറ്റി എന്ന് പറയുന്നത്? അത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ടുള്ള കോഡ് നമുക്ക് വേറൊരു ഭാഗത്ത് അതിനാവശ്യമുള്ളപ്പോൾ അവിടെ റീറൈറ്റ് ചെയ്യാതെ നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുള്ള കോഡിന് ഉപയോഗിക്കാൻ പറ്റും. അതാണ് റിയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇൻഹെറിറ്റൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ പുതിയ ക്ലാസ്സിന് ബേസ് ക്ലാസ്സിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബേസ് ക്ലാസ്സിന്റെ ഫീച്ചേഴ്സ് റിപ്പീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ എവിടെ എഴുതുന്നില്ല, ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് എഴുതുന്നില്ല. അത് നമുക്കിവിടെ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. റിയൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ബേസ് ക്ലാസ്സിൽ എഴുതിയുള്ള ഫീച്ചേഴ്സിനെ ഇവിടെ നമ്മൾ റിയൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റിയൂസബിലിറ്റി എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് വഴി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റിലോട്ട് ഡാറ്റേനെയും ഫംഗ്ഷനെയും വെക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അതിനാണ് എൻകാപ്സുലേഷൻ എന്നാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ക്ലാസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫംഗ്ഷനെയും ഡാറ്റയും നമ്മൾ ഒരുമിച്ചാക്കും ചെയ്യുന്നത്. ആ കൺസെപ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻകാപ്സുലേഷൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഡാഷ് ഇസ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ദാറ്റ് ബൈൻഡ്സ് ടുഗദർ ദ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. ഡാറ്റയും ഫംഗ്ഷനെയും ബൈൻഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എൻകാപ്സുലേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. വാട്ട് ഈസ് പോളിമോർഫിസം? ഗിവ് എക്സാമ്പിൾ. മാർച്ച് 2019 ചോദിച്ചതാണ്. ഇപ്പോൾ പോളിമോർഫിസം എന്താണെന്നുള്ളത് എഴുതുക. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. ഒരു എക്സാമ്പിൾ കോഡ് നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏരിയ ഓഫ് എ റെക്ടാങ്കിളും സ്ക്വയറും. അപ്പം അതിൻ്റെ ഒരു കോഡ് പഠിച്ചു വയ്ക്കുക. വേറെ ക്വസ്റ്റ്യനിൽ ഞാൻ പ്രോഗ്രാം കാണിക്കുന്നുണ്ട്. ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് റെഫേഴ്സ് ടു. ഷോവിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് റെഫേഴ്സ് ടു. എന്താണ്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. നമുക്ക് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം തന്നിട്ട് ബാക്കി ഉള്ളതിനൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന കൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷനും എൻകാപ്സുലേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആർ ഗിവൺ ഹൈഡിങ് ഇംപ്ലിമെന്റേഷൻ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തരും, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഹൈഡ് ചെയ്ത് വെക്കും ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ. എൻകാപ്സുലേഷനിൽ എന്താ ചെയ്യുന്നത്? ഡാറ്റ ആൻഡ് ഫംഗ്ഷനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തു വെക്കുന്നതിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ക്ലാസും അതുപോലെ ഇന്റർഫേസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് ആക്സസ് സ്പെസിഫയേഴ്സ്, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ എൻകാപ്സുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഡാറ്റ അബ്സ്ട്രാക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്നതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന, മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് ആ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പം എന്താണ് ഈ ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഡാറ്റ അബ്സ്ട്രാക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് എൻകാപ്സുലേഷനിൽ എന്താ ചെയ്യുന്നത്?
എങ്ങനെയാണ് ഇന്റേണൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്, എൻക്യാപ്സുലേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇന്റേണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതാണ് എൻക്യാപ്സുലേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ഈസ് ഡാഷ്. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്: പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ഏതാണ്? പ്രൈവറ്റ് ആണ് ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയേഴ്സ്. നമ്മൾ പ്രോഗ്രാമിംഗിൽ ഒരു ആക്സസ് സ്പെസിഫയറും എഴുതിയിട്ടില്ലെങ്കിൽ അതെന്താണ്? ഡിഫോൾട്ട് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ എബിലിറ്റി ഓഫ് ഡാറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം. ഒന്നിൽ കൂടുതൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റിനെ പറയുന്ന പേരാണ് പോളിമോർഫിസം. പല ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അതിനെയാണ് എന്ന് പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. അതായത് കമ്പയർ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസവും തമ്മിൽ കമ്പാരിസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിക് പോളിമോർഫിസം നോക്കാം. ബൈൻഡ് ഫംഗ്ഷൻ കോൾ ടു ഫംഗ്ഷൻ അറ്റ് കമ്പയർ ടൈം. കമ്പയർ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ കോളും ഫംഗ്ഷനും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് എന്ന് പറയുകയാണെങ്കിൽ റൺ ടൈമിലായിരിക്കും നമ്മൾ ഈ ബൈൻഡിങ് പെർഫോം ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് പോയിന്റർ, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്. ഇനി നമുക്ക് ഇതിനെ വേറെ പറയുന്ന പേരുകളാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം, ഏർലി ബൈൻഡിങ് പോളിമോർഫിസം എന്നൊക്കെ നമ്മൾ പേര് പറയും. ഡൈനാമിക് പോളിമോർഫിസിനെ പറയുന്ന പേരാണ് റൺ ടൈം പോളിമോർഫിസം, ലേറ്റ് ബൈൻഡിങ് പോളിമോർഫിസം എന്നൊക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: എ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെന്റഡ് ടു ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ആൻഡ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ with 2 functions having same name but with different signature. നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. വിത്ത് 2 functions having same name, ഒരേ നെയിമുള്ള 2 ഫംഗ്ഷൻസും വേണം, പക്ഷെ ഡിഫറെന്റ് സിഗ്നേച്ചർ ആണ് വേണ്ടത്. ഡിഫറെന്റ് സിഗ്നേച്ചർ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് ഡിഫറെന്റ് സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെയിം ദ കൺസെപ്റ്റ്. എന്താണ് കൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കൺസെപ്റ്റ് ആണ്? ഒരേ നെയിമും ഫംഗ്ഷൻ നെയിമും ഡിഫറെന്റ് സിഗ്നേച്ചറും വരുന്നത് ഏതാണ്? അത് പോളിമോർഫിസത്തിലെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് വരുന്നത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് പോളിമോർഫിസത്തിലെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദിസ് കൺസെപ്റ്റ് ബൈ റൈറ്റിംഗ് ദി അബോവ് പ്രോഗ്രാം. നമുക്ക് ഈ അബോവ് പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എഴുതി, യൂസിങ് നെയിം സ്പേസ് STD. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും വേണം, റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് നേരത്തെ പ്രോഗ്രാം നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടത് സർക്കിളില്ല സ്ക്വയറിന്റെ ഏരിയ കാണാനും റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷനാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് πr² എന്ന് പറയുന്നത്. πr². π എന്ന് പറയുന്നത് 3.14 ഇൻറ്റു ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഇൻറ്റ് ഏരിയ എന്നുള്ളൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻറ്റ് R, ഒരു ആർഗ്യുമെന്റേ നമ്മൾ അതിനകത്ത് പാസ് ചെയ്യുന്നുള്ളൂ. റിട്ടേൺ 3.14, പൈയുടെ വാല്യൂ എഴുതി 3.14 ഇൻറ്റു R ഇൻറ്റു R, R² കാണാനായിട്ട് R ഇൻറ്റു R എന്ന് എഴുതി. അതാണ് ഈ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ഫംഗ്ഷൻ നമ്മൾ സെയിം നെയിമിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്ന ഒരു നെയിമിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതി. അതിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റു S1 ഇൻറ്റു S2, 2 സൈഡുകളാണ് S1 ആൻഡ് S2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിൾ ഏരിയ എന്ന് പറയുന്നത് AB, അതായത് S1 ഇൻറ്റു S2 ആണ് നമുക്ക് ഏരിയ കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളോട് എഴുതി കൊടുത്തു. അപ്പോൾ നമുക്ക് സെയിം നെയിമുള്ള 2 ഫംഗ്ഷൻ കിട്ടി വിത്ത് ഡിഫറെന്റ് സിഗ്നേച്ചർ. ഇൻറ്റു R എന്നുള്ള പറഞ്ഞോ ഇൻറ്റു S1, S2. അപ്പോൾ ഡിഫറെന്റ് സിഗ്നേച്ചറുമായി നമുക്ക് ഏരിയ എന്നുള്ള സെയിം നെയിമും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മെയിനിൽ പോയിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് വിളിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഏരിയ ഓഫ് 5 എന്നുള്ളത് റേഡിയസ് ആയിട്ട് പാസ് ചെയ്തു. അപ്പോൾ 5 കണ്ടു കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻറ്റ് ഏരിയ ഒരു ആർഗ്യുമെന്റ് വരുന്ന ഫംഗ്ഷനാണ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ദെൻ ഏരിയ 7,2 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷനായിട്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നേച്ചർ സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ കോഡും ഫംഗ്ഷൻ ഡെഫിനിഷനുമായിട്ടാണ് അവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക്
ക്വാർട്ടറുകളിലേക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റിനും കൂടി ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള പഠിച്ചു വെക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.